വായിച്ചു കേട്ട സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിലെ ഒരു വാചകം, പല പ്രാവശ്യം ആവർത്തിച്ചൊരു വാചകം, നീ എന്തിനാണ് അസ്വസ്ഥമായിരിക്കുന്നത്? നിന്റെ ഉള്ളിൽ എന്താണ് സ്വസ്ഥതയില്ലാത്തത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയാണ്, എൻ്റെ ദൈവമാണ് എന്ന് 2-3 പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് കേട്ടു. നമ്മളെല്ലാവരും ഇന്ന് ഭീതിയോടെ കഴിയുന്നു എന്ന് പറയുമ്പോൾ, ലോകം മുഴുവൻ ഭീതിയോടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, സങ്കീർത്തനക്കാരൻ നമ്മളോട് ചോദിക്കുന്ന ഈ ചോദ്യവും അതിനുള്ള മറുപടിയും നമ്മെ ഒരുപാട് ബലപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ധ്യാനം അതുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രാരംഭ ദിവസത്തിൽ നമുക്കൊരുമിച്ച് വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച്, കാരണം സങ്കീർത്തനക്കാരൻ പറയുന്ന വിഷയം, നിന്റെ ഉള്ളിൽ എന്താണ് നീ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്? അടുത്ത വാചകം അദ്ദേഹം പറയുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നതാണ്. അതായത് ദൈവത്തിൽ പ്രത്യാശ ഇല്ലാത്തതാണ് ഞരക്കത്തിന് കാരണം എന്നാണ് ആ സങ്കീർത്തനക്കാരന്റെ പോയിന്റ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തമ്പുരാൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം, അതിന്റെ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. Then the Lord God called to the man, where are you? നീ എവിടെയാണ്? വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യമാണ്, ദൈവം തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ്. 3-ാം അധ്യായം 9-ാം വാക്യം, മനുഷ്യ നീ എവിടെ? Where are you? 4-ാം അധ്യായം 9-ാം വാക്യം, 2-ാമത്തെ ചോദ്യമാണ്, നിന്റെ സഹോദരൻ എവിടെ? Where is your brother? 3-ാം അധ്യായം 9-ാം വാക്യം, 4-ാം അധ്യായം 9-ാം വാക്യം. 3-ാമത് ഒരു ചോദ്യം കൂടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തമ്പുരാൻ ചോദിക്കുന്നു. 18-ാം അധ്യായം 9-ാം വാക്യം, അബ്രാഹാമിനോട് ദൈവം ചോദിക്കുകയാണ്, വേർ ഈസ് സാറ യുവർ വൈഫ്? നിന്റെ ഭാര്യ എവിടെ? പ്രിയപ്പെട്ടവരെ, ഈ 3 വേദവാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിച്ചു നോക്കിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ചോദ്യങ്ങളാണ്, അതിന്റെ ഉത്തരങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയാം. 3-ാം അധ്യായം 9-ാം വാക്യം, നീ എവിടെയാണ്? വേർ ആർ യു? അത് ചോദിക്കാൻ കാരണമുണ്ട്. എല്ലാ ദിവസവും ദൈവം തമ്പുരാൻ വൈകുന്നേരം ഏദൻ തോട്ടത്തിൽ വന്ന് ആദമിനോടും ഹവ്വയോടും ഒരുമിച്ച് യാത്ര ചെയ്യുകയും സന്തോഷിക്കുകയും കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ ഒരു ദിവസം വന്നപ്പോൾ അവരെ കാണുന്നില്ല. അപ്പോഴാണ് ചോദ്യം ചോദിക്കുന്നത്, വേർ ആർ യു? നീ എവിടെയാണ്? വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം ഓരോ മനുഷ്യനും ദൈവത്തോടുള്ള ബന്ധത്തിൽ എവിടെയാണ് എന്ന ചോദ്യമാണ്. വേർ ആർ യു ഇൻ റിലേഷൻ വിത്ത് യുവർ ഗോഡ് എന്നുള്ളതാണ് ചോദ്യം. 4-ാം അധ്യായം 9-ാം വാക്യം, വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ എവിടെയാണ്? മറ്റുള്ളവരോടുള്ള ബന്ധത്തെക്കുറിച്ച്, ഒരു മനുഷ്യന് മറ്റുള്ളവരുമായുള്ള അവന്റെ ബന്ധം, അത് അന്വേഷിക്കുന്ന ചോദ്യമാണ് 2-ാമത്തെ ചോദ്യം, വേർ ഈസ് യുവർ ബ്രദർ? 3-ാമത്തെ ചോദ്യം ഒരു മനുഷ്യന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ്, വേർ ഈസ് യുവർ വൈഫ്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കണ്ടെത്താമെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ വളരെ അനുഗ്രഹകരമായി മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്
ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെയാണ് എന്നതാണ്. 3-ാം അധ്യായം 9-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. 10-ാമത്തെ വാക്യം, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഒച്ച കേട്ട് ഞാൻ ഒളിച്ചു എന്നാണ് മറുപടി. എന്തുകൊണ്ട്? ദൈവത്തിലുള്ള അവന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, വ്യത്യസ്തങ്ങളായ 2 സ്ഥലങ്ങളിൽ ഇരുന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ബലഹീനനായ അടിയന് ഈ മുഖാന്തരത്തിലൂടെ ദൈവവചനം ഘോഷിക്കുന്നതിനും അറേബ്യൻ ഗൾഫിൽ ഇരുന്ന് നിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നതിനും ഈ രാത്രി ദൈവം തമ്പുരാൻ ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനായി സ്തോത്രം. കർത്താവേ, ഈ മുഖാന്തരങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ഒരു പ്രയാസവും തടസ്സവും കൂടാതെ ഈ ശുശ്രൂഷ അനുഗ്രഹകരമായിട്ട് നടക്കുന്നതിന് ദൈവം തമ്പുരാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനാടിനെ ബലപ്പെടുത്തണം. കേൾക്കുന്നതിന്റെ മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണം. യേശുവിന്റെ ധന്യനാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള നമ്മുടെ കോൺഫിഡൻസ്, അതാണ് നമ്മെ ഈ ഭൂമിയിൽ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസിയും അവിശ്വാസിയും മനുഷ്യ മനസ്സിൽ സംശയത്തിന്റെ അലകൾ ഉയർത്തുന്ന വൈരുദ്ധ്യങ്ങളാണ് ഇവ രണ്ടും. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ വിശ്വാസികളെന്ന് കരുതുന്നവർ പോലും, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ പോലും ഒരുപാട് സംശയത്തിന്റെ നടുവിലൂടെയാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാല പശ്ചാത്തലം നമ്മുടെയൊക്കെ വിശ്വാസങ്ങളെ ഒരുപാട് ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ആരാണ് വിശ്വാസി, ആരാണ് അവിശ്വാസി? വിശ്വാസി എന്ന് പൊതുവെ കരുതുന്നവർക്ക് യഥാർത്ഥ വിശ്വാസമുണ്ടോ? അവിശ്വാസി എന്ന് മുദ്ര കുത്തപ്പെടുന്നവർ യഥാർത്ഥത്തിൽ വിശ്വാസം ഇല്ലാത്തവരാണോ? ഒരു കാര്യം വ്യക്തമാണ്, ശിഷ്യത്വമെന്നും അംഗത്വമെന്നും പറയുന്നത് തികച്ചും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മെമ്പർഷിപ്പ് ആർ എൻറ്റയർലി ഡിഫറെന്റ്. നമ്മളൊരു സഭയുടെ അംഗമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു വിശ്വാസിയാകണം എന്നില്ല എന്നാണ് അർത്ഥം. ദൈവം നമ്മളെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്ന ആളാണ്. നമ്മെ ആരെയും നിർബന്ധിക്കുന്ന ആളല്ല ദൈവം നമ്മളെ. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ വായിക്കുന്ന മുടിയൻ പുത്രന്റെ ഉപമ. മുടിയൻ പുത്രൻ എന്ന കഥാപാത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനാണ് നിനക്ക് താല്പര്യമെങ്കിൽ ദൈവം നിന്നെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തുകയൊന്നുമില്ല. നമുക്കറിയാമല്ലോ, ഇളയ മകൻ അപ്പനോട് പറയുകയാണ്, അപ്പാ എൻ്റെ വക ഇങ്ങ് തരിക, ഞാന് നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പോവുകയാണ്. അപ്പൻ അവനെ പിടിച്ചു നിർത്തുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ അവിടെ ആ പിതാവിനെ കുറിച്ച് നമ്മൾ കാണുന്ന ഒരു പ്രത്യേക വാചകമുണ്ട്. അവനെ ഫ്രീ ആയി വിട്ടു എങ്കിൽ പോലും തികഞ്ഞ ഹൃദയവേദനയോടെയാണ് ആ പിതാവ് തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ ദൈവം നമ്മെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തുകയൊന്നുമില്ല. എന്നാൽ നമ്മെ ഫ്രീ ആയി വിടുന്നത് തികഞ്ഞ ഹൃദയവേദനയോടെ ആയിരിക്കും എന്ന് മാത്രം. യേശുകർത്താവ് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 2 പ്രാവശ്യമായി പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഒന്നും അസാധ്യമല്ലാത്ത 2 ആളുകളാണുള്ളത്. ഒന്ന് ദൈവം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്നാണ് അവിടെ വായിക്കുന്നത്. 2, ഒരു ശരിയായ വിശ്വാസി. മർക്കോസ് 9:23, വിശ്വസിക്കുന്നവന്
സകലവും കഴിയും. ഇന്ന് വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ മുമ്പോട്ട് ധ്യാനിക്കുമ്പോൾ, വിശ്വാസം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്. അതുകൊണ്ട് ദൈവം ഇന്ന് ചോദിക്കുകയാണ്, ഇന്ന് രാത്രിയിൽ വിവിധ മുഖാന്തരങ്ങളിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് ദൈവം ചോദിക്കുകയാണ്, വേർ ആർ യു ഇൻ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഗോഡ്? വളരെ കാര്യമായി നമ്മൾ ആലോചിക്കണം. അപ്പോ നമ്മൾ പൗലോസിന്റെ ഒരു വാക്യം എടുത്ത് പറയും. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്ന വാചകമാണ്, ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഓർ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. വിശ്വാസം മനുഷ്യന്റെ എന്തെങ്കിലും മേന്മ കൊണ്ട് ലഭിക്കുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ് വിശ്വാസം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. 9-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് പൗലോസ് പറയുന്നുണ്ട്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന്. എന്നാൽ ലോകപ്രസിദ്ധനായ D.L. മൂഡി ഇതിനെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. D.L. മൂഡി പറയുന്നത് എങ്ങനെയാണ്? ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അത് സത്യമാണ്. സോ ഈസ് വാട്ടർ, ബട്ട് യു ഹാവ് ടു ഡ്രിങ്ക് ഇറ്റ്. സോ ഈസ് എയർ, ബട്ട് യു ഹാവ് ടു ബ്രീത്ത് ഇറ്റ്. വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ്. അതേപോലെ തന്നെയാണ് വെള്ളവും ദൈവം ദാനം ചെയ്തതാണ്. പക്ഷെ ആ വെള്ളം നീ കുടിച്ചെങ്കിലേ നിന്റെ ദാഹം മാറും. അതുപോലെ തന്നെ വായു ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ നീ അത് ശ്വസിച്ചെങ്കിലേ നിനക്ക് പ്രാണൻ നിലനിർത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് വിശ്വാസം. വിശ്വാസവും ദൈവത്തിന്റെ ദാനമാണ്. പക്ഷേ അത് സ്വീകരിക്കുന്നവനെ ആശ്രയിച്ചാണ് അവന്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് വിശ്വാസം? നമ്മൾ പരമ്പരാഗതമായി ഹൃദയസ്ഥമാക്കിയിരിക്കുന്ന ഒരു വാചകമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. ഇത് കാണാതറിയാത്ത ആരും കാണുകയില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. ഈ വാചകം കാണാതെ അറിയാമെന്നല്ലാതെ ശരിക്കും ഇതിന്റെ അർത്ഥം അറിയാമോ എന്ന് സംശയമാണ് പലരുടെ ജീവിതത്തെയും കാണുമ്പോൾ. Faith is the confident assurance that what we hope for is going to happen. It is the evidence of things we cannot yet see. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാത്രി നമ്മുടെ ധ്യാനത്തിനായി എന്താണ് വിശ്വാസം എന്ന് 3 തലക്കെട്ടുകളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഈ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ കോവിഡ് അല്ല, എന്ത് പ്രതിസന്ധി ലോകത്തിലുണ്ടായാലും ധൈര്യമായി പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കഴിയും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന 3 വാചകങ്ങൾ വാട്ട് ഈസ് ഫെയ്ത്ത് എന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പെർഫെക്റ്റ് വിസ്ഡം. ദൈവത്തിന്റെ ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പെർഫെക്റ്റ് ലവ്. ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ദൃഢനിശ്ചയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പെർഫെക്റ്റ് പവർ. ദൈവത്തിന്റെ ശക്തിയിലുള്ള ദൃഢനിശ്ചയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. 3 വാചകങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന്റെ കോർ എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ദൃഢനിശ്ചയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയിലുള്ള ദൃഢനിശ്ചയമാണ്. ഇതിനെക്കുറിച്ച് അല്പമായി നമുക്ക് ധ്യാനിക്കാം. 1, ഫെയ്ത്ത് ഈസ് ദി ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. വിശ്വാസം ദൈവത്തിന്റെ ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആദമിനെയും ഹവ്വയെയും കാണാം. ഏദൻ തോട്ടം, അതിന്റെ മനോഹാരിത വിശുദ്ധ വേദപുസ്തകം വിവരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ എത്രമാത്രം ഹൃദ്യമാണ്. എന്താണ് ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത? ഭയങ്കരമാണ്. അതിന്റെ മനോഹാരിത, അടുത്ത് ലഭിക്കുന്ന നന്മകൾ, സന്തോഷം എല്ലാം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. എന്നാൽ അവിടെ അവരെ കൊണ്ടുപോയി മനുഷ്യനെ ആക്കുമ്പോൾ ദൈവം അവരോട് പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ദൈവം അവരെ കൊണ്ടാക്കുമ്പോൾ
പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കുന്നത്. നീ ഈ തോട്ടം കാത്തു സൂക്ഷിക്കണം, ഒരു വേല ചെയ്യണം, കാത്തു സൂക്ഷിക്കണം. ടിൽ ആൻഡ് കീപ് ദ ഗാർഡൻ എന്നാണ് 2-ാം അധ്യായം 15-ാം വാക്യം. അത് ദൈവം മനുഷ്യന് നൽകിയ ഒരു നിയോഗമാണ്. അതേപോലെ തന്നെ ദൈവം പറഞ്ഞു, സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. യു മേ ഫ്രീലി ഈറ്റ് എനി ഫ്രൂട്ട് ഇൻ ദ ഗാർഡൻ. ഒരു അനുവാദം കൊടുക്കുകയാണ്, എന്തും കഴിക്കാനുള്ള അനുവാദം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു വിലക്കും ഉണ്ടായിരുന്നു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. അപ്പൊ മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയപ്പോ, നമ്മളെയൊക്കെ ദൈവം തമ്പുരാൻ നമ്മുടേതായ സ്ഥലങ്ങളിലാക്കിയപ്പോ, ഈ 3 കാര്യങ്ങളും നമ്മളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു, നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നു. There is a vocation, ഒരു നിയോഗം. You have to till and keep the garden where you are placed. വേല ചെയ്യുക, കാക്കുക. There is a permission, ഒരു അനുവാദമുണ്ട്. You may freely eat any fruit in the garden. ഇഷ്ടം പോലെ തിന്നാം. At the same time, there is a prohibition, ഒരു വിലക്ക് കൂടെ ഉണ്ട്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അവിടെയാണ് പ്രത്യേകം പറയുന്നത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ് ഏദൻ തോട്ടത്തിലാക്കിയ മനുഷ്യരെ നമ്മൾ പിന്നെ കാണുന്നത് 3-ാം അധ്യായത്തിൽ പിശാച് രംഗപ്രവേശം ചെയ്യുമ്പോഴാണ്. പിശാച് വന്ന് ഹവ്വയോട് പറയാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഗോഡ്സ് വിസ്ഡം വേഴ്സസ് സൈറ്റൻസ് വിസ്ഡം. ദൈവം പറയുന്നു, അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കും. സാത്താൻ പറയുന്നു, മരിക്കയില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. 3-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, ആ വൃക്ഷഫലം നല്ലതും ഭംഗിയുള്ളതും കാമ്യവും എന്ന സ്ത്രീ കണ്ടു, പറിച്ചു, അവൾ തിന്നു, അവളുടെ ഭർത്താവിനും കൊണ്ടുപോയി കൊടുത്തു. അതായത് അവൾ ദൈവത്തിന്റെ ജ്ഞാനത്തെക്കാൾ സാത്താനെ അവൾ വിശ്വസിച്ചു. ഹവ്വ അവളുടെ ബുദ്ധി വെച്ചും സാത്താൻ അവൾക്ക് പകർന്നു നൽകിയ ബുദ്ധി വെച്ചും കാര്യങ്ങൾ തീരുമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവിക ജ്ഞാനത്തെ നിരസിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ ബുദ്ധി ഉണ്ട് എന്ന് തോന്നലാണ് പലപ്പോഴും വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ കോവിഡ് കാലത്തെ ഓരോ ദിവസത്തെ സംഭവങ്ങളും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കിത് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. നമുക്കറിയാം, മാർച്ച് മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇതിന്റെ ഒരു ഭീകരമായ അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ സംഘവും മന്ത്രിമാരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം നമ്മളോട് പറഞ്ഞു, 15 ദിവസത്തെ കാര്യമാണ്. 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും, നമ്മുടെ കൺട്രോളിലാവും. അത് കഴിഞ്ഞ് പറഞ്ഞു 1 മാസം, അത് കഴിഞ്ഞ് പറഞ്ഞു 2 മാസം. ഇപ്പൊ അവർ പറയുന്നത് എന്താണ്? ആർക്കും ഒരു പിടിയില്ല. ഇത് എപ്പോ തീരുമെന്നോ എന്താകുമെന്നോ യാതൊരു വിവരവും ഇല്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. നമ്മുടെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി ഉണ്ട് എന്ന് തോന്നലാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഹവ്വ ദൈവിക ജ്ഞാനത്തിന് വില കൊടുത്തില്ല. അതുകൊണ്ട് അവൾക്ക് പറുദീസ നഷ്ടപ്പെട്ടു. അവൾ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നത് കൂടെ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഇത്തരത്തിൽ കാണാനായിട്ട് കഴിയും. യോനാ പ്രവാചകനോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ നിനവയിലേക്ക് പോകണം, നിലവയിൽ പോയി അവിടുത്തെ ആളുകളോട് പ്രസംഗിക്കണം. സ്വന്തം ബുദ്ധി യോനായോട് പറഞ്ഞു, നീ നിനവേക്കല്ല പോകേണ്ടത്, തർശീശിലാണ് പോകേണ്ടത്. ദൈവം പറഞ്ഞു നിനവേക്ക് പോകാൻ. യോന അവനോട് പറഞ്ഞു, അവന്റെ ബുദ്ധി പറഞ്ഞു, നീ തർശീശിലേക്ക് പോകാൻ. എന്താ സംഭവിച്ചത്? സ്വന്തം ബുദ്ധി നാശം വരുത്തി വെച്ചു. പുതിയ നിയമത്തിൽ ഉദാഹരണം പറയാം. പത്രോസ് എന്ന് പറയുന്ന മിടുമിടുക്കനായ മനുഷ്യൻ, ആ മനുഷ്യനോട് യേശു കർത്താവ് പറയുന്ന ഒരു വാചകമുണ്ട് ഗത്സമനെ തോട്ടത്തിൽ വെച്ച്, ഇന്ന് രാത്രി യഹൂദന്മാർ എന്നെ പിടിക്കും, അവരെന്നെ കൊല്ലും, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും.
അപ്പോ നമുക്ക് ഗലീലയിൽ വെച്ച് കാണാം. നിങ്ങൾ എനിക്ക് മുമ്പായി അങ്ങ് ഗലീലയ്ക്ക് പോകുവിൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് ഇതനുസരിക്കാതെ അവന്റെ ബുദ്ധി വെച്ച് കാര്യങ്ങൾ ആലോചിച്ച് യേശുവിന്റെ പിന്നാലെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. ദൂരവേ അനുഗമിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പത്രോസ് ബുദ്ധിമാനാണെന്ന് സ്വയം തോന്നിയത് കൊണ്ട് യേശു കർത്താവ് പറഞ്ഞ വിവേകത്തെക്കാൾ, ദൈവത്തിന്റെ ജ്ഞാനത്തെക്കാൾ വലിയത് തന്റെ ബുദ്ധിയാണ് എന്ന് അയാൾ വിചാരിച്ചു. അവൻ പുറകെ പോയി. സംഭവിച്ചത് എന്താണെന്ന് അറിയാമല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 75-ാം വാക്യം പറയുന്നത് പത്രോസ് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് ദൈവിക ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ്. ബുദ്ധിയൊക്കെ നല്ലതാണ്. ഒരു വാചകം ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഇന്റലിജൻസ് ഈസ് എ ഗുഡ് സെർവന്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ. മനുഷ്യബുദ്ധിക്ക് നിരക്കുന്നതല്ല എങ്കിലും ദൈവിക ജ്ഞാനത്തെ ആരൊക്കെ അനുസരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ദിവസം 6-ാം അധ്യായത്തിലാണ് നമ്മൾ നോഹ അപ്പച്ചനെ കാണുന്നത്. 6-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ഭൂമിയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണത്തിന്റെ ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ് ആണ്. നോഹയോട് ദൈവനമ്പുരാൻ പറയാണ്, മഴ പെയ്യാൻ പോകുന്നു. മഴ വന്നു കഴിയുമ്പോഴത്തേക്ക് വെള്ളം പൊങ്ങും. വെള്ളം പൊങ്ങി കഴിയുമ്പോൾ രക്ഷപ്പെടണവും ഒരു പെട്ടകമുണ്ടാക്കി അതിനകത്ത് കയറണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേദപുസ്തകം ശരിക്കും വായിക്കുന്നവർക്ക് മനസ്സിലാകും, അന്ന് വരെ ഭൂമിയിൽ മഴ എന്ന ഒരു പ്രതിഭാസം ഉണ്ടായിട്ടേയില്ല. വേദപുസ്തകം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് തന്നെ മഞ്ഞ് പൊങ്ങും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലത്തെ നനച്ചു വന്നു. അങ്ങനെയാണ് അന്ന് വരെ ഭൂമിയിലെ പ്രതിഭാസം. അതായത് ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനയ്ക്കുന്നതല്ലാതെ മുകളിൽ നിന്ന് വെള്ളം വന്ന് ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ദൈവം നോഹയോട് പറയുന്നത്, മുകളിൽ നിന്ന് വെള്ളം വരും, വെള്ളം പൊങ്ങും, എല്ലാവരും വെള്ളത്തിൽ നശിച്ചു പോകും. നശിക്കാതിരിക്കണമെങ്കിൽ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു. ലോകത്തിൽ ആര് വിശ്വസിക്കും? ഒരു മനുഷ്യനും വിശ്വസിച്ചില്ല. കാരണം അന്ന് വരെ അവര് കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ മനോഹരമായ ഒരു വാചകം നമുക്കാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവിക ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ് നോഹയെയും കുടുംബത്തെയും ആ വലിയ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചത് നമുക്കറിയാം. ബാക്കി എല്ലാവരും വെള്ളത്തിൽ നശിച്ചുപോയി. മനുഷ്യൻ മാത്രമല്ല, സകല ജീവജാലങ്ങളും വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയപ്പോൾ ദൈവിക ജ്ഞാനത്തെ അനുസരിച്ച നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെട്ടു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം, ഒരു തരത്തിലും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു വിളിയല്ല. കാരണം വിഗ്രഹാരാധിയായിരുന്ന ഒരു മനുഷ്യനോട് ദൈവം തമ്പുരാൻ പറയാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുക എന്നാണ്. കാണിപ്പാനിരിക്കുന്ന, യാതൊരു ഐഡിയയും ഇല്ലാത്ത, എങ്ങോട്ടാണ് പോകണമെന്ന് യാതൊരു നിശ്ചയമില്ലാത്ത, യാത്രയുടെ ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമല്ലാത്ത ഒരു വിളിയാണ് അബ്രാമിന്. എന്നാൽ 12-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. നോഹയെ കുറിച്ച് വായിച്ച എന്താണ്? ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൃഢനിശ്ചയമുണ്ടായിരുന്ന ആളാണ് നോഹ. 12-ാം അധ്യായത്തിൽ അബ്രാമിനെ കുറിച്ച് പറഞ്ഞു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ദൈവിക ജ്ഞാനത്തിൽ അബ്രഹാം വിശ്വസിച്ചു. പുതിയ നിയമത്തിൽ ഒരു ഉദാഹരണം പറയാം. കാനാവിലെ കല്യാണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായ ഒരു വേദഭാഗമാണല്ലോ. യേശുവിന്റെ ആദ്യത്തെ
അത്ഭുത പ്രവൃത്തിയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ വീഞ്ഞു തീർന്നു പോയി. ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ആളുകളോട്. എന്നാൽ അവിടെ നടക്കുന്ന സംഭവം എന്താണ്? യേശുവിന്റെ അമ്മ വന്ന് ജോലിക്കാരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ യേശു അവിടെ നിന്ന് ജോലിക്കാരോട് പറയാണ്, നിങ്ങൾ ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. ഒരു കല്യാണ സദ്യ നടന്നുകൊണ്ടിരിക്കുന്നു, പകുതിയിലധികം കഴിഞ്ഞിരിക്കുന്നു. അവിടെ പ്രധാനമായ ഒരു ഐറ്റം തീർന്നു പോകുന്നു. മനുഷ്യൻ മുഴുവൻ വേവലാതിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. യേശുവിന്റെ അമ്മ വരെ വേവലാതിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അപ്പോൾ യേശു അവിടെ നിന്ന് ജോലിക്കാരോട് പറയാണ്, നിങ്ങൾ വെള്ളം കോരി നിറപ്പിൻ. ഭൂമിയിൽ ആരാ ചെയ്യുക? യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അവർ വക്കോളവും നിറച്ചു, അത് കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുത്തു എന്നാണ്. എന്തോ ഒരു ധൈര്യമാണ് ഈ മനുഷ്യർക്ക്. വീഞ്ഞ് പോരാതെ വരുന്നതിന്റെ പ്രാരാബ്ധത്തിൽ, നാണക്കേടിൽ, ആ വീട് മുഴുവൻ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ടെൻഷനിൽ നിൽക്കുമ്പോൾ പച്ചവെള്ളം കോരിക്കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കാനുള്ള ഈ ജോലിക്കാരുടെ തന്റെ ഇടത്തെ നമ്മൾ എന്താ വിളിക്കുക? അതാണ് ഫെയ്ത്ത്. യേശുവിന്റെ ജ്ഞാനത്തിൽ, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അടിയുറച്ച വിശ്വാസത്തോടെ ആ ജോലിക്കാരെ ചെയ്തു. എന്തൊരത്ഭുതമാണ് അവിടെ നടന്നത്. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മളോട് പറഞ്ഞു. ഇതുവരെ കൊടുത്തതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വൈൻ അവിടെ സെർവ് ചെയ്യാനായി ഈ അനുസരണം പ്രയോജനപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ ഒരു പുറജാതിക്കാരനായ പട്ടാള മേധാവിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ശതാധിപൻ അയാളുടെ ജോലിക്കാരന്റെ ഒരു ആവശ്യവുമായി യേശുവിനെ സമീപിക്കുകയാണ്. അവന്റെ കൂട്ടുകാരെയാണ് യേശുവിന്റെ അടുത്ത് പറഞ്ഞു വിടുന്നത്. എന്റെ വീട്ടിനകത്ത് വരാനുള്ള യോഗ്യത എനിക്കില്ല. അദ്ദേഹം പറഞ്ഞ അടുത്ത വാചകം എന്താണ്? നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശു കർത്താവിനെ കുറിച്ചുള്ള, യേശു കർത്താവിന്റെ ജ്ഞാനത്തെ കുറിച്ചുള്ള ആ മനുഷ്യന്റെ കോൺഫിഡൻസ് ആണ് ആ വാക്കുകളിലൂടെ വെളിവാക്കുന്നത്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവിക പരിജ്ഞാനത്തെക്കാൾ സ്വന്തം ബുദ്ധിക്ക് വില കൽപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഒരു ചോദ്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കും. നമ്മളെല്ലാം വലിയ ബുദ്ധിമാന്മാരാണെന്നും വലിയ മിടുക്കന്മാരാണെന്നും ഒക്കെ തോന്നൽ നമ്മുടെ ചിലർക്കെങ്കിലും നമ്മുടെ ജീവിതത്തിലില്ലേ? കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം, ലോകം കണ്ടതിൽ വെച്ച് മഹാപണ്ഡിതനായിരുന്ന പൗലോസ് പറയുകയാണ്, 1 Corinthians 8:2, താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. റോമാലേഖനം 11-ാം അധ്യായം 33-ാം വാക്യത്തിൽ പൗലോസ് പറയാണ്, ഹാ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്നാണ്. 34-ാം വാക്യത്തിൽ പൗലോസ് തുടരുകയാണ്, കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആരാണ്? അവന് മന്ത്രിയായിരുന്നവൻ ആരാണ്? പക്ഷെ ഇന്ന് ഭക്തർ എന്ന് പറയുന്ന ചിലരുടെ അഹങ്കാരം കണ്ടാൽ ദൈവം അവരുടെ മന്ത്രിയോ ദാസനോ ആണെന്ന് തോന്നിപ്പോകും. കാരണം വലിയ ബുദ്ധിമാന്മാരാണ്, വലിയ മിടുക്കന്മാരാണ്. ദൈവം തമ്പുരാൻ പോലും അവരുടെ ദാസനാണ്. അവര് പറയുന്ന പോലാണ് ദൈവം പ്രവർത്തിക്കുന്നത് കരുതുന്ന മോഡേൺ ഭക്തര് ഒരുപാട് പേരുണ്ട്. ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ ശലോമോൻ പറയുന്നു, സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പ്രിയപ്പെട്ടവരെ, ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. വിശ്വാസം എന്നത് ദൈവിക ജ്ഞാനത്തിലുള്ള ദൃഢ നിശ്ചയമാണ്. എന്നേക്കാൾ എൻ്റെ ദൈവം ബുദ്ധിമാനാണ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കറിയാവുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന് അറിയാം. എൻ്റെ ശരീരം എന്താണ് എന്ന് എനിക്കറിയാവുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന് അറിയാം. എൻ്റെ നാളുകൾ എന്താണ് എന്ന് എനിക്കറിയാവുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന് അറിയാം. ആ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഉറപ്പുള്ളവന് മാത്രമേ വിശ്വാസിയായിരിക്കാൻ കഴിയൂ.
അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ചോദിച്ചത്, എൻ മനമേ നീ എന്തിനാണ് ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. വിഷാദിച്ചത് കൊണ്ട് എന്ത് നേടാൻ കഴിയും? നമുക്ക് എല്ലാവർക്കും പേടിയാണ് അല്ലെ? കോവിഡ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. എന്തോ ഒരു കഷ്ടമായാണ് ജീവിതം. വെളിയിൽ ഇറങ്ങില്ല, വെളിയിൽ ഇറങ്ങിപ്പോയാൽ വരുമ്പം മുതൽ കുളിയാണ്, ഭയങ്കര ബുദ്ധി വെച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. നല്ലതാണ്. ദൈവം തന്നതൊക്കെ പ്രായോഗികമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളെക്കാൾ ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ദൈവം എന്ന ബോധം നമുക്ക് വേണം. എന്നേക്കാൾ ഇതെല്ലാം അറിയാവുന്ന ആളാണ് ദൈവം. ഞാൻ താഴോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കാം. അതുകൊണ്ട് ഒന്നാമത് മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇഫ് യു ഹാവ് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം യു ആർ എ ബിലീവർ എന്ന് പറയാൻ കഴിയും. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിനക്ക് വിശ്വാസമുണ്ട്. ഈ ലോകത്തെ ചമച്ചവൻ, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ എന്നേക്കാൾ ജ്ഞാനമുള്ളവനാണ്. ഈ ലോകത്തിൽ ഈ ആരെക്കാൾ ജ്ഞാനമുള്ളവനാണ്. യേശു കർത്താവിനെ കുറിച്ച് തന്നെ പറയുന്നു, ഇതാ ശലോമോനിലും വലിയവരെന്ന് പറയുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായ ശലോമോനിലും വലിയവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുമ്പോൾ ആ കോൺഫിഡൻസ് ആണ് ദൈവത്തിന്റെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. സോ ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. 2, ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ലവ്. വിശ്വാസം ദൈവിക സ്നേഹത്തിലുള്ള ദൃഢനിശ്ചയമാണ്. വേറെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവിക സ്നേഹത്തെ സംശയിക്കുന്നതാണ് അവിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, ദൈവിക സ്നേഹത്തെ കുറിച്ച് സംശയമില്ലായിരുന്നുവെങ്കിൽ സാത്താനോട് ഹവ്വ പറഞ്ഞേനെ, നോക്ക് സാത്താനെ, ആ ഫലം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് നിശ്ചയമില്ല. ഞങ്ങൾക്ക് അത് ആവശ്യമുള്ളതായിരുന്നുവെങ്കിൽ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവായ ദൈവം ഞങ്ങളോട് അത് അരുത് എന്ന് പറയില്ലായിരുന്നു. അങ്ങനെ ഹവ്വ പറഞ്ഞിരുന്നു എങ്കിൽ അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. പക്ഷേ അവൾ ദൈവത്തിന്റെ സ്നേഹത്തെ അവിശ്വസിച്ചു. സാത്താൻ വന്ന് പറഞ്ഞു, നിങ്ങളിത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവം അറിയുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഇത് തിന്നരുത് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹത്തെ അവിശ്വസിച്ചു ഹവ്വ. അല്ലായിരുന്നുവെങ്കിൽ ഹവ്വ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമുള്ളതായിരുന്നെങ്കിൽ സ്നേഹവാനായ ദൈവം, സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവായ ദൈവം ഞങ്ങളോട് അരുത് എന്ന് പറയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അരുത് എന്ന വിലക്കിന് മുമ്പിലുള്ള നമ്മുടെ പ്രതികരണം നമ്മുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്ന അവസരങ്ങളാണ്. ജീവിതത്തിലെ ഏത് അനുഭവത്തിലും ദൈവ സ്നേഹത്തെ സംശയിക്കരുത്. അതാണ് വിശ്വാസം. പറയാൻ എളുപ്പം അല്ലേ? ജീവിതത്തിലെ ഏത് അനുഭവത്തിലും ദൈവ സ്നേഹത്തെ സംശയിക്കരുത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് പോകാം. തന്റെ മകൻ ഇസഹാക്കിനെ ബലി കഴിക്കാൻ പുറപ്പെട്ട അബ്രഹാമിനോട് ഇസഹാക്ക് ചോദിക്കുന്ന ഹൃദയം നുറുങ്ങുന്ന ഒരു ചോദ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാം. അവിടെ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കാൻ ഒരു കാര്യം ഓർക്കണം, 25 വർഷം ദൈവത്തിന്റെ വാഗ്ദാനം കാത്തിരുന്ന അവസാനം കിട്ടിയ സന്തതിയാണ് ഇസഹാക്ക്. 25 വർഷം, 75-ാമത്തെ വയസ്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് 100-ാമത്തെ വയസ്സിൽ കിട്ടിയ ഒരു സന്തതിയാണ്. അവനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ ദൈവം പറയുമ്പോൾ ഒരു മടിയും കൂടാതെ അബ്രഹാം അവനുമായി മോറിയാമലയിലേക്ക് പോവുകയാണ്. മോറിയാമലയിലേക്കുള്ള യാത്രാമധ്യേ ഇസഹാക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 7-8 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാണ്? അബ്രഹാം എന്ന് പറയുന്ന പിതാവ് പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിന്റെ സ്നേഹത്തെ ആശേഷം സംശയിക്കാതിരുന്ന ഒരു മനുഷ്യനാണ്. ഭൂമിയിൽ ആരാണെങ്കിലും, ഈ ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ചോദിച്ചേനെ, 25 വർഷം ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ ഈ സന്തതിയെ കൊണ്ടുപോയി യാഗം കഴിക്കണം എന്ന് എന്നോട് പറയുന്ന ദൈവം
സത്യത്തിൽ സ്നേഹമുള്ള ദൈവമാണോ? പക്ഷെ അബ്രാം ദൈവത്തിന്റെ സ്നേഹത്തെ അവിശ്വസിച്ചില്ല. മകനോട് അപ്പൻ പറയുകയാണ്, ദൈവം കരുതിക്കൊള്ളും. സ്നേഹമുള്ള ദൈവം, ആ ദൈവം വേണ്ടത് കരുതിക്കൊള്ളും. ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നമുക്കറിയാം. സ്വന്തം സഹോദരന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് പൊട്ടക്കുഴിയിൽ പിടിച്ചിടപ്പെട്ട് ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വിറ്റ് മിസ്രൈമിൽ എത്തിച്ചേരുന്ന ഒരു ചെറുപ്പക്കാരൻ. മിസ്രൈമിൽ പോത്തീഫറിന്റെ ഭവനത്തിൽ നിന്ന് വെച്ച് ഉണ്ടായ ഒരു ദുരനുഭവത്തെ തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ. എന്നാൽ അവിടെ നിന്നും ദൈവം തമ്പുരാൻ അവനെ ഉയർത്തി. അവന്റെ ഇന്റഗ്രിറ്റി കാരണം ദൈവം തമ്പുരാൻ അവനെ ഉയർത്തി ഭറവോ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് എത്തിച്ചു എന്ന് നമുക്കറിയാം. അവിടെ ഭറവോ ജോസഫിനെ കുറിച്ച് തൻ്റെ ദാസന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ എന്നാണ് ഭറവോയുടെ ചോദ്യം. ഭറവോ തന്റെ ദാസന്മാരോട് ചോദിക്കാൻ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ? വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ത്യാഗിവര്യനാണ് ഇയ്യോബ്. സാമ്പത്തിക പരാജയം, മക്കളുടെ മരണം, അതികഠിനമായ രോഗം എന്നിവയുടെ മധ്യത്തിൽ പ്രകടിപ്പിച്ച വിശ്വാസ പ്രകടനങ്ങൾ സമാനതകളില്ലാത്തതാണ്. തന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, തന്റെ മക്കളെല്ലാം മരിച്ചുപോയി, തന്റെ ശരീരം മുഴുവൻ വല്ലാത്ത വ്രണങ്ങളാൽ ബാധിച്ചു. യോബ് പറയുന്ന മനോഹരമായ വാക്യമാണ് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ മനുഷ്യന്റെ അവസ്ഥ കണ്ട് ഭ്രാന്ത് പിടിച്ച ഭാര്യ പറയുന്ന വാക്കുകൾ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്നാണ് യോബിനോട് പറയുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന ഭാഷ തനിക്ക് പോയി മരിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് ഇയ്യോബിനോട് ഭാര്യ. എന്നാൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുന്നൊരു മറുപടി ഉണ്ട്. നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? ദൈവം സ്നേഹമുള്ളവനാണ് എന്ന് നമ്മൾ സംശയിക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖാനുഭവങ്ങൾ. വിശ്വാസി എന്ന് പറയുന്നവൻ പലപ്പോഴും പതറിപ്പോകുന്ന രംഗമാണ് ജീവിതത്തിലെ രോഗവും ദുഃഖവും ദുരിതവും. അന്നേരം ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കുന്നവൻ വിശ്വാസി അല്ല. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ അനുഭവങ്ങൾ നമുക്കറിയാം. മനോഹരങ്ങളായ പാട്ടുകളാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിന്റെ പൊന്നോമന മകൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹം എഴുതിയ പാട്ടാണ് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ ഞാനത് സന്തോഷത്തോടെ വാങ്ങി പാനം ചെയ്യും എന്ന് പറയുന്നത്. എല്ലാ ദുരിതങ്ങളുടെയും നടുവിൽ സാധു കൊച്ചുകുഞ്ഞുപദേശി പറയാണ്, ദോഷമായിട്ടൊന്നും എന്റെ താതൻ എന്നോട് ചെയ്യുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആധുനിക പിശാചുക്കൾ ദുഃഖം അനുഭവിക്കുന്നതിന് ചുറ്റും കഴുകന്മാരെ പോലെ ചുറ്റിക്കറങ്ങി രോഗസൗഖ്യവും ശാപമുക്തിയും സാമ്പത്തിക അനുഗ്രഹവും ഓഫർ ചെയ്ത് പാവങ്ങളെ വഴിതെറ്റിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും എന്ന്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിലെ മനോഹരമായ ഒരു പാട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാൻ പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. നമ്മളെല്ലാം പാടുന്ന പാട്ടാണ്. But do you really believe in that? എൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടായ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ, അതെന്തിനാണ് എന്ന് ഞാൻ ചോദിക്കുകയില്ല. കാരണം ദൈവം എൻ്റെ നന്മയ്ക്കായിട്ട് മാത്രമേ ചെയ്യൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് ദൈവ സ്നേഹത്തിൽ വിശ്വാസമുള്ള ഒരാളിന്റെ പ്രത്യേകത. എബ്രായ ലേഖന കർത്താവ് 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലുടയന്മാരത്രേ.
യു ആർ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ എന്നാണ്. അവനോ, അതായത് ദൈവമോ, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുവോ? സത്യത്തിൽ പ്രശ്നങ്ങളുടെ നടുവിലാണ് കൂടുതൽ സ്നേഹം എന്ന് തിരിച്ചറിയുക. എബ്രായ ലേഖന കർത്താവ് ചോദിക്കുന്നത്, നമ്മുടെ ലൗകിക പിതാക്കന്മാരെക്കാൾ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി നാം കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ എന്നാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ സംശയിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു ജോലിയുടെ പ്രശ്നം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗത്തിന്റെ പ്രശ്നം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ദൈവസ്നേഹത്തെ സംശയിക്കുന്നവരല്ലേ നമ്മൾ? ഫെയ്ത്ത് ഈസ് ദി ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ലവ്. നമ്മെ ഏറ്റവും അധികം ബലപ്പെടുത്തുന്ന, എന്നെ ഒരുപാട് ചലഞ്ച് ചെയ്ത ഒരു ഉദാഹരണം ഇപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കും. ഗ്ലാഡിസ് സ്റ്റെയിൻസ് എന്ന് പറയുന്ന മഹതിയെ അറിയാത്ത ആളുകളില്ല. ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന ഗ്രാം സ്റ്റെയിൻസിന്റെ ഭാര്യയാണ് ഗ്ലാഡിസ് സ്റ്റെയിൻസ്. അവര് പറയുന്ന ഒരു വാചകം, തന്റെ ഭർത്താവിനെയും 2 ഓമന ആൺമക്കളെയും ജീവനോടെ കത്തിച്ച ഒരു സംഭവം വടക്കേ ഇന്ത്യയിൽ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹസ്ബൻഡ് ആൻഡ് 2 സൺസ് ബേൺഡ് അലൈവ്. പ്രിയപ്പെട്ടവരെ, 1999 ഡിസംബർ മാസത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഈ ഗ്ലാഡിസ് സ്റ്റെയിൻസിനെ ഇന്റർവ്യൂ ചെയ്തതിന്റെ ഒരു ഫുൾ പേജ് ഇന്റർവ്യൂ എന്റെ കൈവശമുണ്ട്. 1999 ഡിസംബർ 3 ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ വന്ന ഒരു ഇന്റർവ്യൂ. ഭർത്താവും 2 ആൺമക്കളും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ പത്രക്കാർ ചോദിക്കുകയാണ്, നിനക്കൊന്നും തോന്നുന്നില്ലേ? ഈ ദൈവത്തെ അവിശ്വസിക്കാൻ തോന്നുന്നില്ലേ? ഈ ദൈവം സ്നേഹമാണ് എന്ന് നിങ്ങൾ ലോകത്തോട് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നല്ലേ? ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഇനിയും നിനക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞ മറുപടി, ഇറ്റ് ഈസ് നോട്ട് given to us to question why. We have to accept both good and evil from our loving Father എന്നാണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. സ്നേഹമുള്ള പിതാവിൽ നിന്ന് നന്മയും തിന്മയും സ്വീകരിക്കാൻ മനസ്സുണ്ടാവണം. ഭർത്താവും 2 ആൺമക്കളും തീ വെച്ച് കൊല ചെയ്യപ്പെട്ടതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ സ്ത്രീ പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് given to us to question why. We have to accept both good and evil from our loving Father. വിശ്വാസം എന്നത് ദൈവിക സ്നേഹത്തിലുള്ള ദൃഢനിശ്ചയമാണ്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. Faith is a total confidence in God's wisdom. Faith is a total confidence in God's power, love. ഇനി 3ാമത്തെ വിഷയം, ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പവർ. ദൈവത്തിന്റെ ശക്തിയിലുള്ള ദൃഢനിശ്ചയത്തെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവിക ശക്തിയിലുള്ള ദൃഢനിശ്ചയം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന്റെ ജീവിതകാലത്ത് സന്തതിയെ കൊടുക്കാമെന്ന് ആവർത്തിക്കുകയാണ്. 12-ാം അധ്യായം മുതൽ ആവർത്തിക്കുകയാണ്, ഞാൻ നിനക്ക് സന്തതിയെ തരാം എന്ന്. 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതുവരെ മക്കൾ ഉണ്ടാകാതെ വരുമ്പോൾ അബ്രഹാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ എൻ്റെ വീട്ടിലെ ദാസനായ എലിയാസാറാണോ എൻ്റെ അനന്തരാവകാശിയായി നീ ഉദ്ദേശിക്കുന്ന ആള്? ദൈവം അബ്രഹാമിനെ തന്റെ കൂടാരത്തിൽ നിന്ന് വിളിച്ച് വെളിയിൽ കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവന്നിട്ട് ലോകപ്രകാരം ആശ നശിച്ച പടുവൃദ്ധനോട് പറയുകയാണ്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക, നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് പറഞ്ഞു. 75-ാമത്തെ വയസ്സ് മുതൽ വാഗ്ദത്ത സന്തതിയെ കാത്തിരിക്കുന്ന വല്യപ്പനോട് വീടിന്റെ മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്ക്, ഈ കാണുന്ന നക്ഷത്രം പോലെ ഞാൻ നിനക്ക് മക്കളെ തരാം എന്ന് പറഞ്ഞാൽ നമ്മളായിരുന്നു എന്നാ പറഞ്ഞതിന്?
നിനക്ക് ഈ നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണ, നിന്റെ സന്തതി ഇതുപോലെയാകും എന്ന് അബ്രാമിനോട് പറയാണ്. അബ്രാം ബിലീവ്ഡ് ഇൻ ഗോഡ്സ് പവർ. ദൈവത്തിന് ശക്തിയുള്ളവനാണ് എന്ന് അബ്രാം ആ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. വാക്യം 6, അവൻ യഹോവയിൽ വിശ്വസിച്ചു എന്നാണ്. ഭയങ്കരാണ് പ്രിയപ്പെട്ടവരെ. ഇതാണ് വിശ്വാസം. പടുവൃദ്ധനായ മനുഷ്യനോട്, ലോകപ്രകാരം സകല പോസിബിലിറ്റീസും നശിച്ച മനുഷ്യനോട് ദൈവം ഈ പ്രോമിസ് ചെയ്യുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഉൽപ്പത്തി 15:6, അവൻ യഹോവയിൽ വിശ്വസിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫെയ്ത്ത്. പൗലോസ് അതിനെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയത് സാറായുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11 വാക്യങ്ങൾ. രാജകൊട്ടാരത്തിൽ 40 വർഷം വളർന്ന മോശ ഫറവോയെ പേടിച്ച് മിദ്യാനിലേക്ക് ഓടിപ്പോവുകയാണ്. മിദ്യാനിലെത്തുന്ന മോശ യിത്രോവിന്റെ ആടുകളെ നോക്കുകയും അവന്റെ മരുമകനാവുകയും ചെയ്യുന്ന വിവരണമാണ് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ ബാക്കി വിവരണം. 3-ാം അധ്യായത്തിൽ മോശ ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. ഫറവോയെ പേടിച്ച് ഓടിപ്പോയ മോശയാണ്. ആ മോശ ദൈവത്തെ കണ്ടുമുട്ടുകയാണ് ഹോരേബിൽ വെച്ച്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഫറവോയുടെ മുമ്പിലേക്ക് ഇസ്രായേലിന്റെ വിമോചനത്തിനായി മടങ്ങി വരുന്ന മോശയാണ് നാം കാണുന്നത്. ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വാസമില്ലായിരുന്നു എങ്കിൽ മോശ അങ്ങനെ ചെയ്യുമായിരുന്നു? ഒരിക്കലുമില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒരു ത്രില്ലർ സ്റ്റോറിയാണ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിന് 18-ാമത്തെ വാക്യം മുതൽ ഏലിയാവ് അഹാബ് രാജാവിനോട് പറയാണ്, ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനുമാണ്. തുടർന്ന് രാജാവിനെ വെല്ലുവിളിക്കുകയാണ് 19-ാമത്തെ വാക്യം. അവിടെ പറയുന്ന മനോഹരമായ സംഭവം, 1 Kings chapter 18, എല്ലാ ഇസ്രായേലിനെയും എന്നുവെച്ചാൽ ഇസ്രായേലിലെ സകല ജനത്തെയും ആഹാബിന്റെ കൊട്ടാരത്തിൽ സ്പോൺസർ ചെയ്ത് ജീവിക്കുന്ന ബാലിന്റെ 480 പ്രവാചകന്മാരെയും 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ സംഭവത്തിൽ കർമ്മേൽ പർവ്വതത്തിൽ വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. ഏലിയാവ് എന്ന് പറയുന്ന ഒരേ ഒരു മനുഷ്യൻ, അപ്പുറത്ത് ബാലിന്റെ 480 പ്രവാചകന്മാര്, അശേരായുടെ 400 പ്രവാചകർ, 880 പ്രവാചകന്മാർ ഒരു വശത്ത്, അവരെ സ്പോൺസർ ചെയ്യുന്ന രാജാവും രാജ്ഞിയും പരിവാരങ്ങളും, ഇപ്പുറത്ത് ഒരൊറ്റ മനുഷ്യൻ, ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ സംഭവം നമുക്കറിയാം, വിശദീകരിക്കേണ്ട കാര്യമില്ല. അതായത് ഒരു വലിയ പരീക്ഷണത്തിനൊരു ഏത് ദൈവത്തിനാണ് ശക്തി, ബാലിനാണോ യഹോവയ്ക്കാണോ? പരീക്ഷണം എന്താണ്? ഒരു യാഗവസ്തുവിനെ വെക്കുക, ഒരു മൃഗത്തെ അറുത്ത് വെക്കുക. ശക്തിയുള്ള ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി അതിനെ ദഹിപ്പിച്ചു കളയണം. ആ ആളാണ് ശക്തിയുള്ള ദൈവം. ഏലിയാവ് ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർക്ക് ഫസ്റ്റ് ചാൻസ് കൊടുത്തു. അവർ രാവിലെയും ഒരു പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിച്ച് അലറി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്നും നടക്കുന്നില്ല. ഉച്ച കഴിഞ്ഞു, ഇരുന്ന് പ്രാർത്ഥനയാണ്, ഒന്നും നടക്കുന്നില്ല. ഇതിനിടയ്ക്കല്ല ഏലിയ അവരെ കളിയാക്കുന്നുണ്ട്. ഒന്നിപ്പോ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അവസാനം ഉച്ച കഴിഞ്ഞപ്പോൾ ഏലിയാവിന്റെ അവസരമാണ്. ഇനി രാവിലെ മുതൽ ഇങ്ങനെ വെയിലത്തിരുന്ന ഈ യാഗവസ്തു അബദ്ധത്തിൽ തീപിടിച്ചതാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഏലിയാവ് പറയുന്ന ടെക്നിക്കുണ്ട്. നിങ്ങൾ ഈ യാഗവസ്തുവിന്റെ മുഴുവൻ പുറത്ത് വെള്ളം ഒഴിക്കണം. അതിനെ വെള്ളം ഒഴിച്ച് മുഴുവൻ കുതിർക്കുകയാണ്. മാത്രമല്ല, ഈ യാഗപീഠത്തിന് ചുറ്റും ട്രെഞ്ച് ഉണ്ടാക്കി അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. കാരണം പുറത്ത് നിന്ന് കാട്ടുതീ വന്നാണെന്ന് പറയരുത്. ഇതൊരു മനുഷ്യനാണ്. അയാളോടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം തീ ഇറക്കി യാഗവസ്തുവിനെ ദഹിപ്പിക്കുകയാണ്. ഏലിയാവ് ഒറ്റയ്ക്ക്, അപ്പുറത്ത്
850 പ്രവാചകന്മാർ. സ്വർഗത്തിലെ ദൈവം തീ ഇറക്കി യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നു. ഈ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ ഏലിയാവ് ഇവരെ വെല്ലുവിളിക്കുമായിരുന്നു. ഈ 850 പ്രവാചകന്മാരെ ഏലിയാവ് വെട്ടിക്കൊന്നു എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ചെന്നാലും കർമ്മേൽ പർവ്വതത്തിൽ ഈ ഏലിയാവിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മനുഷ്യൻ ഇങ്ങനെ വാളും കൊണ്ട് നിപ്പുണ്ട് അവിടെ. വേദപുസ്തകം മുഴുവൻ ഇത്തരം ആളുകളുടെ സംഭവങ്ങൾ. ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ദൈവജനം ഇസ്രായേലിന്റെ മതില് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 1-2 ഉടക്കുകാരുണ്ടായി. നമുക്കറിയാമല്ലോ, സൻബല്ലത്ത്, തോബിയാവ് ഒക്കെ. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നെഹമ്യാവ് പറയുന്നൊരു വാചകമുണ്ട്: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണി. പ്രവാസകാലത്തെ ദൈവജനത്തിന്റെ ദുരിതങ്ങളുടെ കഥയാണ് ദാനിയേലിന്റെ പുസ്തകം നമ്മോട് പറയുന്നത്. നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ സ്വർണ്ണ ബിംബത്തെ വണങ്ങുവാൻ നിർബന്ധിതരാകുന്ന ജനങ്ങളാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ ആധുനിക വിശ്വാസികൾ ആവർത്തിച്ച് വായിക്കേണ്ടതാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ചെറുപ്പക്കാർ പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല. 19-ാമത്തെ വാക്യം മനോഹരമാണ്: ചൂള 7 മടങ്ങ് ചൂടുപിടിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കഥ നമുക്കറിയാം. ആ യുവാക്കൾ ദൈവത്തോടൊത്ത് തീച്ചൂളയുടെ നടുവിൽ നൃത്തം ചെയ്തു. ഒരു പുകമണം പോലും ഇല്ലാതെ അവർ പുറത്തു വന്നു. കർത്താവിന്റെ, ദൈവത്തിന്റെ, യഹോവയുടെ ശക്തിയിൽ വിശ്വാസമുണ്ടായിരുന്നവരാണ് ഈ ദൈവമക്കൾ എന്ന കാര്യം മറക്കരുത്. കർത്താവിന്റെ ശിഷ്യന്മാരെ നോക്കുക. ക്രൂശീകരണ സമയത്തും അത് കഴിഞ്ഞു യഹൂദന്മാരെ പേടിച്ച് ഒളിച്ചിരുന്ന ശിഷ്യന്മാരാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് ദൈവത്തിന്റെ ശക്തിയിൽ പൂർണ്ണ ഉറപ്പായതോടെ അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറുകയാണ്. ഇവിടെ ഇന്നും കുറെ ആളുകളെങ്കിലും ഇന്നും പിശാചിന്റെ പ്രലോഭനത്തിൽപ്പെടാതെ ജീവിതത്തിന്റെ തീച്ചൂളകളുടെ നടുവിൽ ദൈവത്തോടൊപ്പം നൃത്തം ചെയ്യുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ആരും മറക്കരുത്. വേദപുസ്തകം കൃത്യമായി പറയുന്നു, ദൈവം മാത്രമാണ് ബലവാൻ. ലോകം മുഴുവൻ ഇന്ന് സമ്മതിക്കുകയാണ്, ഇനി ദൈവം വിചാരിച്ചാലല്ലാതെ യാതൊരു രക്ഷയില്ല. നമ്മൾ സാധാരണ വിശ്വാസികളെന്ന് പറയുന്ന ഒരൊറ്റ കൈക്ക് പറയുന്ന ഒരു വാചകമാണ്. എന്താണെന്നറിയാമോ? ഞങ്ങൾ സകല നോക്കി ഇനി ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. കാരണം നമ്മുടെ സകല പരിപാടിയും കഴിഞ്ഞു, ഇനി ദൈവം വേണേ ചെയ്തോട്ടതാണ്. ഇപ്പൊ ലോകം പോലും അങ്ങനെ പറയുന്നത്, ലോകാരോഗ്യ സംഘടന പോലും അങ്ങനെ പറയുന്നത്. ഞങ്ങളൊക്കെ കൈവിട്ടു പോയി, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ കൊണ്ട് വല്ലതൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന്, പക്ഷേ ഒന്നും നടക്കില്ല എന്ന് ബോധ്യമായി. ഇനി ദൈവം വിചാരിച്ചാലേ നടക്കൂ. അപ്പൊ വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു, ദൈവം മാത്രമാണ് ബലവാൻ. ലോകത്തിലെ ബലവാന്മാരെല്ലാം നിഷ്പ്രഭരായി പോയി അല്ലേ? നമുക്കറിയാം, നെപ്പോളിയൻ ബോണപ്പാർട്ട്, സദ്ദാം ഹുസൈൻ, കേണൽ ഗദ്ദാഫി, ബിൻ ലാദൻ എന്നീ എല്ലാവരും. കേണൽ ഗദ്ദാഫിയെ കൊന്ന ആ സംഭവം, അതിന്റെ പത്രക്കട്ടിങ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. വർഷങ്ങളായി എത്രയോ ആളുകളെ നിഷ്ഠൂരമായി കൊന്നു കൂട്ടിയ മനുഷ്യനാണ്. ആ മനുഷ്യൻ അഴുക്കുവെള്ളം ഒഴുകുന്ന ഒരു ചാലിനകത്ത് ഒളിച്ചിരിക്കേണ്ടി വന്നു. അവസാനം അയാളെ ആ അഴുക്ക് ചാലിൽ നിന്ന് പട്ടാളക്കാർ വലിച്ചു വെളിയിലിറക്കിയിട്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കേണൽ ഗദ്ദാഫി തന്റെ അവസാനമായി പട്ടാളക്കാരോട്, പ്ലീസ് ഡോണ്ട് ഷൂട്ട്, ഡോണ്ട് ഷൂട്ട്. ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് തന്നെ എങ്ങനെയാണ്? ഡോണ്ട് ഷൂട്ട്, ഡോണ്ട് ഷൂട്ട്. എന്തിയെ ലോകത്തിലെ കേമന്മാരെല്ലാം എല്ലാം പോയി, ദൈവം മാത്രമാണ് ബലവാൻ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം പറഞ്ഞു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ലൂക്കോസ് 1:37 പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. യെശയ്യാവ് 45 പറയുന്നു, സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാൻ അല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ. വിശ്വാസം എന്നത് ദൈവിക ശക്തിയിലുള്ള ദൃഢനിശ്ചയമാണ്. പ്രിയരെ, ഞാൻ ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. വാട്ട് ഈസ് ഫെയ്ത്ത്?
ഇന്ന് ലോകം മുഴുവൻ ഭീതിയോടെ എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? സങ്കീർത്തനക്കാരൻ ചോദിച്ച ചോദ്യമാണ്. എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ദൈവത്തിൽ പ്രത്യാശ ഇല്ലാത്തത് കൊണ്ടാണ് നീ ഞരങ്ങുന്നത്. കോവിഡ്, നീ ഉള്ളത്തിൽ ഞരങ്ങുന്നത് എന്തിനാണ്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കാരണം ഈ ദൈവമല്ലാതെ ഈ വിപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല, ഒന്നിനും സാധ്യമല്ല. What is faith? Faith is a total confidence in God's wisdom. വിശ്വാസം എന്നത് ദൈവിക ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ്. Faith is a total confidence in God's love. വിശ്വാസം എന്നത് ദൈവിക സ്നേഹത്തിലുള്ള ദൃഢനിശ്ചയമാണ്. Faith is a total confidence in God's power. വിശ്വാസം എന്നത് ദൈവിക ശക്തിയിലുള്ള ദൃഢനിശ്ചയമാണ്. Do you have faith? Are you a believer? നമ്മുടെ പ്രാരംഭ രാത്രിയിലെ ധ്യാനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും പറയാൻ ഒറ്റ കാര്യമുള്ളൂ, കോവിഡ് കോവിഡ്, അത് മാത്രമേ പറയാനുള്ളൂ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞ വിഷയവും ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനവും നമ്മെ വെല്ലുവിളിക്കാണ്. എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്താണ്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയാണ്. ഈ ഭൂമിയിൽ ഇന്ന് നമ്മെ രക്ഷിക്കാൻ യഹോവയായ ദൈവം മാത്രമേ ഉള്ളൂ. അവന്റെ ജ്ഞാനത്തിൽ വിശ്വസിക്കണം, അവന്റെ സ്നേഹത്തിൽ വിശ്വസിക്കണം, അവന്റെ ശക്തിയിൽ വിശ്വസിക്കണം. അപ്പോഴാണ് നമ്മൾ വിശ്വാസികളാകുന്നത്. ഓർമ്മയുണ്ടല്ലോ, ശിഷ്യന്മാര് ഗലീലക്കടലിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റുണ്ടാകുന്നു. ഒറ്റ വാക്കുകൊണ്ട് കൊടുങ്കാറ്റിനെ അവസാനിപ്പിച്ചവനാണ്. ഒറ്റ വാക്കുകൊണ്ട് കൊടുങ്കാറ്റിനെ അവസാനിപ്പിച്ചവനാണ്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് പുറജാതിക്കാരൻ പറഞ്ഞ ദൈവമാണ്. ആ ദൈവത്തിന്റെ മക്കളായ നമ്മോട് ഈ രാത്രി ചോദിക്കാണ്, നിന്റെ ഉള്ളിൽ എന്തിനാണ് നീ വിഷാദിച്ച് ഞരങ്ങുന്നത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. Faith is the total confidence in God's wisdom. Faith is the total confidence in God's love. Faith is the total confidence in God's power. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാളെയും മറ്റന്നാളിലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങൾ നമുക്ക് ധ്യാനിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.